ഇതിൽ ലൈറ്റ് വരുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ഇത് ലേസർ ലൈറ്റ് ആണ്. ഇത് നമ്മളെ കണ്ണ് തട്ടാതിരിക്കാനാണ് ഞാൻ ഈ കണ്ണട വെക്കണം എന്ന് ആദ്യം പറഞ്ഞത്. അതാണ് നമ്മുടെ കണ്ണട വേറൊരു കണ്ണട അല്ലേ, അത്രയും പ്രൊട്ടക്ഷൻ. നോക്കി ഇപ്പൊ നമ്മൾ ആ ഇത് ലേസർ ചെയ്ത് ബ്ലോക്ക് മാറ്റിയതിന് ശേഷം നോക്കുമ്പോൾ ഇവിടെ മുഴുവനും ക്ലിയർ ആയി. ഇപ്പൊ നേരത്തെ രക്തക്കട്ട ഇവിടെ കാണുന്നില്ല, ഇവിടുത്തെ ഒഴുക്ക് ഭയങ്കര ഫ്ലോ ക്ലിയർ ആയി, ഇവിടെ ബ്ലോക്ക് കാണുന്നില്ല. അതേപോലെ ഈ രക്തോട്ടം താഴത്തെ രക്തോട്ടത്തിന് ഒന്നും പറ്റിയിട്ടില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി ഏതാന്ന് വെച്ചാൽ ലേസർ ആൻജിയോപ്ലാസ്റ്റിയാണ്. അത് ഇന്ത്യയിൽ വളരെ വിരളമാണ്. അത് നമ്മുടെ കോട്ടക്കൽ ആസ്റ്റർ മിംസിൽ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടിയാണ്. അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റിയിൽ ചെയ്യുന്നത് എന്നുള്ളത് വിശദമായിട്ട് നമ്മുടെ ഡോക്ടർ താസീൻ പറഞ്ഞുതരും. സാർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്നാണ് കോട്ടക്കലിൽ വന്ന്, എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ? നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷൻ ആണ് ആൻജിയോപ്ലാസ്റ്റിയിൽ. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ഒരു സെന്റർ ആണ്. നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ബൈപ്പാസ് പറഞ്ഞ പേഷ്യൻസിനെ ബൈപ്പാസ് ഇല്ലാണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ബ്ലോക്കുകൾ മാറ്റുന്ന ഒരുപാട് ടെക്നിക്സ് നമ്മൾ പറഞ്ഞു. അതിൽ പറയാത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി. ഇത് എല്ലാ ആൻജിയോപ്ലാസ്റ്റിലും ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിക്കാൻ പറ്റും. അതായത് ബൈപ്പാസ് പറഞ്ഞ പേഷ്യൻസിന് മാത്രമല്ല, അല്ലാത്ത കേസുകളിലും നമുക്ക് ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലേസർ ബീം ഉണ്ട്, ഒരു കത്തീറ്റർ വെച്ച്, ഇതാണ് മെഷീൻ. ഈ മെഷീൻ നമ്മളിപ്പോൾ ഇതിന്റെ കത്തീറ്റർ കണക്ട് ചെയ്തിട്ട് ആ കത്തീറ്ററിന്റെ അറ്റത്ത് ലേസർ ഉണ്ടാവും. ലേസർ നമുക്ക് അറിയാലോ, ഒരു പവർഫുൾ സാധനമാണ്. ആ ലേസർ ഹാർട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആ ബ്ലോക്കിന്റെ ഉള്ളിലൂടെ ഈ ലേസർ കൊണ്ടുപോകുമ്പോൾ ആ ബ്ലോക്ക് അലിഞ്ഞു പോകും. സാധാരണ നമ്മൾ ബ്ലോക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഒരു ബലൂൺ വെച്ച് ബ്ലോക്കിനെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നിർത്തുകയാണ്, അലിയിച്ച് കളയുന്നില്ല, അല്ലെങ്കിൽ ഉരുക്കി കളയുന്നില്ല. ലേസറിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലേസറിന്റെ ഈ പവർ ഉപയോഗിച്ച് നമ്മൾ മോളിക്യൂൾസുകൾ ഉണ്ടല്ലോ, ഇതിന്റെ ഇത് തമ്മിൽ ബന്ധപ്പെട്ട് ആറ്റംസ് ഇങ്ങനെ കണക്ട് ചെയ്തിടാം, അതിനെ പൊട്ടിച്ച് അതിനെ ഇല്ലാണ്ടാക്കി കളയും. അപ്പൊ അങ്ങനെ ബ്ലോക്കിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കും കൂടിയാണ് ലേസർ. അപ്പൊ അതിന് ചില സ്ഥലത്ത് നിർബന്ധമായിട്ട് ലേസർ വേണ്ട സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ലേസർ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ആൻജിയോപ്ലാസ്റ്റി മുമ്പ് ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ചിലത് നിർബന്ധമാണ്. ഫോർ എക്സാമ്പിൾ പറയാം, 4 കേസാണ് അത് നമ്മൾ സാധാരണ പറയാം. ഒന്ന്, ഈ ബൈപ്പാസ് കഴിഞ്ഞിട്ട് ബ്ലോക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഈ ഗ്രാഫ്റ്റിലൊക്കെ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ലേസർ ആൻജിയോപ്ലാസ്റ്റി ആണ് അതിന്റെ ഏറ്റവും നല്ല ആൻജിയോപ്ലാസ്റ്റി. 2, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വീണ്ടും ബ്ലോക്ക് വരുന്ന ആൾക്കാരുണ്ട് സ്റ്റെന്റിന്റെ ഉള്ളിൽ, അപ്പോഴും ലേസർ ആൻജിയോപ്ലാസ്റ്റിയാണ് ഏറ്റവും നല്ലത്. സാധാ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ബ്ലോക്ക് വരുമ്പോൾ ലേസർ ആൻജിയോപ്ലാസ്റ്റിയാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ മൂന്നാമത്തത്, ചിലപ്പോൾ നമ്മൾ 100% അടഞ്ഞ രക്തക്കൊണ്ടുള്ള വയറൊക്കെ കടന്ന് പിന്നെ ബലൂൺ ഒന്നും അങ്ങോട്ട് കടക്കുന്നില്ലെങ്കിൽ പണ്ടാണെങ്കിൽ നിർത്തി ബൈപ്പാസിന് വിടണം. ഇപ്പൊ അത് വേണ്ട, ലേസർ ഉപയോഗിച്ചിട്ട് ആ വയർ കടന്നതിന്റെ ബാക്കിൽ നമുക്കൊരു സ്ഥലം ഉണ്ടാക്കിയെടുത്ത് ബലൂൺ കൊണ്ടുപോയി അത് ശരിയാക്കി എടുക്കാൻ പറ്റും കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി. 4ാമത്തെ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് രക്തക്കട്ടകൾ ഉണ്ടാവും. അപ്പൊ ആ രക്തക്കട്ടകൾ പലപ്പോഴും നമ്മൾ വലിച്ചെടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ കിട്ടൂല, അത് താഴെ പോയിട്ട് ഈ സിസ്റ്റത്തിനെ മുഴുവൻ ബ്ലോക്ക് ആക്കും, ചെറിയ പീസായിട്ട് പോയി. അപ്പൊ അത് താഴത്തേക്ക് പോകാതിരിക്കണം എന്ത് വേണം, അതിന് ഇവിടുന്ന് തന്നെ ഉരുക്കി കളയാൻ പറ്റുകയാണെങ്കിൽ താഴെ ഒരിക്കലും അത് ബ്ലോക്ക് ഉണ്ടാക്കില്ല. അപ്പൊ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന പേഷ്യൻസിൽ ഈ എമർജൻസി ആയിട്ട് ലേസർ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യാൻ സാധിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഈ കേസുകളിലൊക്കെ ലേസർ ആൻജിയോപ്ലാസ്റ്റിയാണ് ഏറ്റവും നല്ല രീതിയിൽ. പിന്നെ സാധാരണ ആൻജിയോപ്ലാസ്റ്റികളിൽ തന്നെ ഇപ്പൊ ചിലപ്പോൾ ബ്ലോക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത ബ്ലോക്കുകളിൽ ചിലപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബലൂൺ ചെയ്ത് സ്റ്റെന്റ് ഇടുകയാണ് നമ്മൾ ചെയ്യുക, തിരിച്ചു വരാതിരിക്കാൻ. ഈ കേസുകളിൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് വലുതാക്കിയാൽ ചിലപ്പോൾ സ്റ്റെന്റ് ഇല്ലാണ്ട് ഒരു ബലൂൺ കൊണ്ട് മാത്രം നിർത്താൻ പറ്റും. അതായത് ഡ്രഗ് കോട്ടഡ് ബലൂൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് അതിന്റെ പുറമെ മരുന്നുണ്ട്, സ്റ്റെന്റിലും മരുന്നുകളുള്ള സ്റ്റെന്റുകളാണ്. അതിന് പകരം മരുന്നുകളുള്ള ബലൂണുകളുണ്ട്, ഡ്രഗ് കോട്ടഡ് ബലൂൺ എന്ന് പറയും. ആ ലേസർ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് സ്റ്റെന്റ് ഇടുന്നതിന് പകരം സ്റ്റെന്റ് ഇല്ലാണ്ട് ബലൂൺ വെച്ചിട്ട് മാത്രം, ഡ്രഗ് കോട്ടഡ് ബലൂൺ വെച്ചിട്ട് മാത്രവും നമുക്ക് ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ലേസർ എത്തിയതിനു ശേഷം. അപ്പൊ സ്റ്റെന്റ് ഇല്ലാണ്ടും കൂടി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതായത് ഒരു പവർഫുൾ ടൂളാണ്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച ആൻജിയോപ്ലാസ്റ്റി എളുപ്പത്തിൽ ചെയ്യാനും അതേപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻജിയോപ്ലാസ്റ്റിന്റെ നിലവാരം കൂട്ടാനും സാധിക്കും. ഇതാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി. ഞാനത് കാണിച്ചു തരാം എന്താ സംഭവം. നമ്മൾ ഇത് ലേസറിന്റെ കത്തീറ്റർ ആണ്. ഇത് റെഗുലർ കത്തീറ്റർ അല്ല, നമ്മളുടെ ഒരു കാലിബ്രേഷൻ കത്തീറ്റർ പോലത്തെ ഒരു കത്തീറ്റർ ആണ്. അപ്പൊ ഈ സാധനം നമ്മൾ ഈ ഇവിടെ ഒരു പോർട്ട് ഉണ്ടല്ലേ, ഇതിൽ കണക്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ കണക്ട് ചെയ്തു. അപ്പൊ ഇതിൽ കണ്ടില്ലേ കാലിബ്രേറ്റ് എന്ന് പറഞ്ഞ ലേസർ സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞ സാധനം കണ്ടു. നമ്മൾ ഈ കാലിബ്രേഷൻ കൊടുക്കണം. കാലിബ്രേഷൻ കൊടുത്താൽ ഇവിടെ ലൈറ്റ് വരണണ്ട, ഇതിൽ ലൈറ്റ് വരണുണ്ടല്ലേ നിങ്ങൾക്ക്, ഇത് ലേസർ ലൈറ്റ് ആണ്. ഇത് നമ്മളെ കണ്ണ് തട്ടാതിരിക്കാനാണ് ഞാൻ ഈ കണ്ണട വെക്കണം എന്ന് ആദ്യം പറഞ്ഞത്. അതാണ് നമ്മുടെ കണ്ണട വേറൊരു കണ്ണട അല്ലേ, അത്രയും പ്രൊട്ടക്ഷൻ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഈ സാധനം ഈ ലേസറിന്റെ കാലിബ്രേഷൻ ഇതിൽ അവിടെ വെച്ചിട്ട് നമ്മൾ താഴെ ഞാൻ എന്റെ കാലിന്റെ അവിടെ ഒരു പെഡൽ കാണുന്നില്ലേ, ആ പെഡൽ ഇപ്പൊ ചവിട്ടാൻ പോവാണ്. ചവിട്ടുമ്പോൾ ഇവിടെ ലേസർ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പവർഫുൾ ആയിട്ട് വരും. ഇനി ഇവിടെ നോക്കിക്കോളും, ഒച്ച ഉണ്ടാവണം. ഇത് ലേസറിന്റെ ഒച്ചയാണ്.
അവിടെ ലേസർ ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ പവർ നോക്കുകയാണ്. ഓക്കെ, കാലിബ്രേഷൻ കംപ്ലീറ്റ്. അത് ഇനി പറഞ്ഞാൽ ഈ ടെക്നിക്ക് കറക്റ്റായി. ഇനി ഈ സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഷീൻ സെറ്റായി. ഇനി നമ്മുടെ സാധാരണ കത്തീറ്റർ വെച്ചിട്ട് പേഷ്യന്റിന്റെ രക്തക്കൊള്ളിനുള്ളിൽ പോയി നമുക്ക് ലേസർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഈ വന്ന സൗണ്ട് നമ്മൾ ഈ ചെയ്യുമ്പോഴൊക്കെ വരും, വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു ഫ്ലുവൻസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കണ്ടല്ലോ, ഇത് അതിന്റെ പവർ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കിപ്പോൾ 40 പവറിൽ ചിലപ്പോൾ പോകും, ചിലപ്പോൾ 60-40 പവറിൽ പോകും, കുറച്ചുകൂടി പവർ വേണമെങ്കിൽ 60-60 പോകും, ചിലപ്പോൾ 80-80 പോകും. അങ്ങനെ പവർ നമുക്ക് ഓരോ കേസിലും അഡ്ജസ്റ്റ് ചെയ്യാം, ഒറ്റ പോക്കല്ല. ഞാൻ നേരത്തെ പല അവസ്ഥകൾ പറഞ്ഞു. ഇപ്പൊ ഒന്ന് രക്തക്കട്ടയാണെന്ന് തോന്നുന്നു, രക്തക്കട്ടയാണെങ്കിൽ പവർ അധികം വേണ്ട, പക്ഷെ നമുക്ക് പതുക്കെ ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ രക്തക്കട്ടയിൽ പവർ കുറക്കും. അപ്പൊ ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ലേസർ വെച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. മോനൊക്കെ ഒരു കേസ് കാണിച്ചു തരാം. ഇപ്പൊ ലേസർ ചെയ്തൊരു കേസ് കാണിച്ചു തരാം. ഈ പേഷ്യന്റ് ഒരു ദിവസം രാവിലെ ഏർലി മോർണിംഗ് ആയിട്ട് നമ്മുടെ അടുത്ത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നതാണ്. അപ്പൊ അവരെ ആൻജിയോഗ്രാം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഇത് വലത്തെ സൈഡത്തെ രക്തക്കൊള്ളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മെയിൻ രക്തക്കൊള്ളിന്റെ ഉള്ളിൽ രക്തം വന്നിട്ട് ഇവിടെ വരെ എത്തുന്നുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രക്തം അങ്ങോട്ട് ഇങ്ങോട്ട് ആടി കളിക്കാന്നല്ലാണ്ട് ഫ്ലോ ഇല്ല. ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്, മേജർ ഹാർട്ട് അറ്റാക്ക് ആണ്. ഇത് കറക്റ്റ് സമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഹാർട്ട് അറ്റാക്ക് ആണ്. അപ്പൊ ആ ഹാർട്ട് അറ്റാക്ക് നമ്മൾ സാധാരണ വരുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. പക്ഷെ ഇതിൽ എന്താണ്ടായെന്ന് വെച്ചാല് നമ്മള് സാധാരണ എന്താ വെച്ചാൽ രക്തക്കട്ട വലിച്ച് പുറത്തെടുത്ത് അവിടെ ഫ്ലോ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് ഞാൻ ആദ്യം കാണിക്കാം. പക്ഷെ അത് വർക്കായില്ല. വർക്കാവാതായപ്പോ നമ്മൾ ലേസർ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുത്തത്. അതാണ് ഞാൻ കാണിക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഇതിൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു വയർ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന വയറിന്റെ മേലെ കൂടി ഇവിടെ ഒരു കറുത്ത കുറ്റിയില്ലേ, അത് കറുത്ത കുറ്റിയല്ല, ഒരു ട്യൂബാണത്. അത് രക്തക്കട്ട വലിച്ചെടുക്കുകയാണ്. അത് പലവട്ടം വലിച്ചെടുത്തിട്ടും രക്തക്കട്ട പോരുന്നില്ല. ഇപ്പൊ നമ്മൾ ആ രക്തക്കട്ട വലിച്ചെടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വെളുത്തൊരു സാധനം കാണാം, ഇവിടെ ഈ ഭാഗത്ത് കാണുന്നില്ലേ? ആ വെളുത്ത സാധനം രക്തക്കട്ടയാണ്. അത് എത്ര നോക്കിയിട്ട് അത് വലിഞ്ഞിട്ട് പോരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോ നേരെ ബലൂൺ വികസിപ്പിക്കുക അല്ലെങ്കിൽ അവിടെ സ്റ്റെൻഡ് ഇടാൻ നോക്കുക എന്തെങ്കിലും ചെയ്താൽ ഈ രക്തക്കട്ട അതിന്റെ ഉള്ളിൽ നിന്ന് താഴത്തേക്ക് പോയിട്ട് ഈ സ്ഥലം മുഴുവൻ ബ്ലോക്ക് ആക്കും. അപ്പൊ അത് അങ്ങോട്ട് പോകാൻ പാടില്ല. നമുക്ക് വലിച്ച് പുറത്തെടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അതിനെ അവിടെ ഉരുക്കി കളയണം. വലിച്ച് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, എത്ര നോക്കിയിട്ടും വലിഞ്ഞ് കിട്ടുന്നില്ല, കാരണം അതിന്റെ ശക്തി കൂടുതലായതുകൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ലേസർ ഇട്ടിട്ട് അതിനെ ഉരുക്കി കളയാൻ തീരുമാനിച്ചു. ഈ കാണുന്നത് നമ്മൾ ഇതേ രക്തക്കൊള്ളിലെ വയറാണ്. ഇവിടെ ഒരു കറുപ്പ് കാണില്ലേ, ഇത് ലേസറാണ്. ഈ ലേസർ നമ്മൾ പതുക്കെ താഴത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുക. വളരെ സ്ലോലാ ചെയ്യാം. ഇപ്പൊ കുറച്ച് ഇങ്ങോട്ട് വന്നു, ഇനി അടുത്തതിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് വരും. വളരെ പതുക്കെ അലിയിച്ചലിച്ച്. അപ്പൊ ലേസർ ഓരോ സമയത്തും നമ്മൾ നേരത്തെ ചവിട്ടിയ പോലെ കാലുകൊണ്ട് ചവിട്ടി അതിങ്ങനെ കീന്ന് ഒച്ച ഉണ്ടാകുക ചെയ്യുമ്പോൾ അങ്ങനെ എന്നിട്ട് അതിൽ പതുക്കെ താഴോട്ട് കൊണ്ടുപോവാണ് ചെയ്യുക. ഇപ്പൊ നോക്കി, ഇപ്പൊ നമ്മൾ ആ ഇത് ലേസർ ചെയ്ത് ബ്ലോക്ക് മാറ്റിയതിന് ശേഷം നോക്കുമ്പോൾ ഇവിടെ മുഴുവനും ക്ലിയർ ആയി. ഇപ്പൊ നേരത്തെ രക്തക്കട്ട ഇവിടെ കാണുന്നില്ല, ഇവിടുത്തെ ഒഴുക്ക് ഭയങ്കര ഫ്ലോ ക്ലിയർ ആയി, ഇവിടെ ബ്ലോക്ക് കാണുന്നില്ല. അതേപോലെ ഈ രക്തോട്ടം താഴത്തെ രക്തോട്ടത്തിന് ഒന്നും പറ്റിയിട്ടില്ല. അതായത് രക്തക്കട്ട അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇവിടെ ഒഴുക്കുണ്ടാവില്ല, മനസ്സിലായി? അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് ഇല്ലാണ്ട് ആ പേഷ്യന്റിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റി. അപ്പൊ ലേസർ നമ്മൾ വിചാരിക്കണ മാതിരി ഒരു എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഒരു സംഭവമല്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും ആവശ്യം വരാവുന്ന ഒരു ഹാർട്ട് അറ്റാക്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സംഭവമാണ്. അത്രയും അഡ്വാൻസ്ഡ് ആൻജിയോപ്ലാസ്റ്റിന്റെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻജിയോപ്ലാസ്റ്റിന്റെ നിലവാരം ഒരുപാട് കൂട്ടാൻ സാധിച്ചു. നമുക്ക് മുമ്പ് ചെയ്യാൻ പറ്റാത്ത പല ആൻജിയോപ്ലാസ്റ്റിയും ഇത് വെച്ച് ചെയ്യാൻ ഇപ്പോൾ സാധിക്കും. അതായത് നമ്മളെ കയ്യിൽ ഒരു നല്ലൊരു ടൂള് കിട്ടി. അപ്പൊ അത് നന്നായിട്ട് ഉപയോഗിച്ചാൽ അത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഉപകാരത്തിൽ ആക്കിയെടുക്കാൻ പറ്റും. അവനൊക്കെ നേരത്തെ ഞാൻ കാണിച്ചെന്ന കേസില്ലേ, അത് ചെയ്ത് ഡോക്ടർ ഇലിയാസാണ്. പിന്നെ നമ്മുടെ ടീമിൽ ഡോക്ടർ ഗഗൻ ഉണ്ട്, ഡോക്ടർ സോയിലിങ്ങൊക്കെ അറിയാം, പിന്നെ ഡോക്ടർ മുസ്തഫ ഉണ്ട്, പിന്നെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് നമ്മളുടെ ഇനി ഡോക്ടർ രാഹുൽ ഉണ്ട്, ഡോക്ടർ മണികണ്ഠൻ സാർ ഉണ്ട്. അങ്ങനെ പല ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യാൻ ഒരുപാട് കഴിവുണ്ടായിട്ടില്ല. ഈ സാധനം കിട്ടണം, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അവൈലബിലിറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരത്തിലായി കിട്ടും. അപ്പൊ ചങ്ങന്മാരെ, ഹാർട്ട് അറ്റാക്ക് ആർക്കും എപ്പോഴും വരാം. പക്ഷെ എന്താ അറിയോ, സാർ ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു കേസ് അത് ഇവിടെ ലേസർ ആൻജിയോപ്ലാസ്റ്റി ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. അയാളുടെ ആയുസിന്റെ ബലം അങ്ങനെയും പറയാട്ടോ. ഞാനിപ്പോൾ അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോക നിലവാരമുള്ള ഇത്രയും ടെക്നോളജിയും ഇമ്മാരി മെഷീൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ, അതിൽ കോട്ടക്കൽ ആസ്റ്റർ മിംസിലൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇത്തരം ടെക്നോളജികൾ നമ്മുടെ നാട്ടിലും ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ള ഇൻഫർമേഷൻ കൂടി അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശമുള്ളൂ. മാക്സിമം ഷെയർ ചെയ്യുക, ആർക്കും എപ്പോഴും ഉപകാരപ്പെട്ടേക്കാം. അപ്പൊ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.